Hello friends, welcome to 𝙬𝙬𝙬𝙯 𝙬𝙬𝙬. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്ലിപ്കാർട്ട് പേ ലേറ്ററിനെ കുറിച്ചാണ്. അപ്പോൾ ഫ്ലിപ്കാർട്ട് പേ ലേറ്റർ ഉപയോഗിക്കുന്നവർക്കുള്ളൊരു പുതിയൊരു ന്യൂസ് അപ്ഡേറ്റ് ആണ്. അവരുടെ ഫീ സ്ട്രക്ചറും ഫൈൻ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിലേറ്റഡ് വീഡിയോ ആണ്. അപ്പോൾ കാണാൻ ഫുൾ മറക്കണ്ട. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ആമസോണിൽ തന്നെ നമ്മുടെ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിയാൽ നിങ്ങൾക്ക് URL കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കുറച്ചും കൂടി കൂട്ടാനുള്ള ഒരു വെബ്സൈറ്റ് ആയിരിക്കും നമ്മളൊരു ഹോം പേജ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും ടോപ്പ് കാറ്റഗറി പോലെ തന്നെ അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് ട്രൈ നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ആമസോൺ പർച്ചേസിങ് കുറച്ചുകൂടി എളുപ്പമാക്കും. ഒന്ന് ട്രൈ നോക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റിനും റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം കാര്യങ്ങൾ കമൻറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലെ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട, എല്ലാത്തിനും മറക്കണ്ട. അപ്പോൾ എല്ലാത്തിനും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഫീസ് ഇപ്പോൾ പുതിയ ന്യൂസ് ഫീസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇപ്പോഴും ജോയിനിങ് ഫീസ് 0 തന്നെയാണ്. അതുപോലെ തന്നെ മെയിൻ ഫീസും 0 തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നമുക്ക് 1000 രൂപയുടെ മുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്കൊരു ചാർജിനാണ് 10 രൂപ സംതിങ് ഉണ്ടായിരുന്നു ആദ്യം. ഇപ്പോൾ അത് കൂട്ടിയിട്ട് 15 രൂപ ആക്കിയിട്ടുണ്ട്. നമുക്ക് പിന്നെ EMI പ്രോസസ്സിംഗ് ചാർജ് നമുക്ക് 1% ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ കൺവീനിയൻസ് ചാർജും ലേറ്റ് ഫീ പേയ്മെൻറ്റ് ഫീ ചാർജും നമുക്ക് ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനൊരു നോർമൽ ഒരു ഓവർവ്യൂ പോലെ നമ്മൾ പറയാം. ഇപ്പോൾ 100-ൻ്റെയും 500-ൻ്റെയും ഇടയിലാണെങ്കിൽ നമുക്ക് കൺവീനിയൻസ് ഫീ 60 രൂപ വരുന്നുണ്ട്. അതുപോലെ തന്നെ 500-ൻ്റെയും 1000 രൂപയുടെ ഇടയിലാണെങ്കിൽ നമുക്ക് 120 രൂപ വരുന്നുണ്ട്. 1000 to 2000 ആണെങ്കിൽ നമുക്ക് 125 രൂപ വരുന്നുണ്ട്. 2000 to 4000 ആണെങ്കിൽ നമുക്ക് 360 രൂപ വരുന്നുണ്ട്. 4000 to 5000 ആണെങ്കിൽ 410 രൂപ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് അത്യാവശ്യം കുറച്ച് ദിവസമായിട്ട് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ലേറ്റ് പേയ്മെൻറ്റ് ഫീ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 100-ൻ്റെ 500 രൂപയുടെ നമ്മുടെ എമൗണ്ട് ആണെങ്കിൽ നമുക്ക് അതിൽ 60 രൂപ ലേറ്റ് പേയ്മെൻറ്റ് ചാർജ് വരുന്നുണ്ട്. അതായത് ഡ്യൂ ചാർജ് കഴിഞ്ഞിട്ട് നമുക്ക് അടച്ചു കഴിഞ്ഞാൽ 500-ൻ്റെയും 1000-ൻ്റെ ഇടയിലാണെങ്കിൽ 150 രൂപ വരുന്നുണ്ട്. 1000-ൻ്റെയും 2000-ൻ്റെ ഇടയിലാണെങ്കിൽ 210 രൂപ വരുന്നുണ്ട്. 2000-ൻ്റെയും 4000-ൻ്റെ ഇടയിലാണെങ്കിൽ നമുക്ക് 350 രൂപ വരുന്നുണ്ട്. അതുപോലെ തന്നെ 4000-ൻ്റെയും 5000-ൻ്റെ ഇടയിലാണെങ്കിൽ നമുക്ക് 470 രൂപ വരുന്നുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഈ പ്രൈസ് ഇങ്ങനെ കൂടിപ്പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എമൗണ്ടിനനുസരിച്ച് നമുക്ക് ഈ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഇനിയിപ്പോൾ എല്ലാം നമ്മുടെ പേ ലേറ്റർ സർവീസിൽ നടക്കാൻ പോകുന്ന സംഭവമാണ്. നമ്മുടെ ഇവരുടെ ഫീസും ഫൈൻ ചാർജും കാര്യങ്ങളൊക്കെ കൂട്ടാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് Paytm നിങ്ങൾക്ക് ഇപ്പോൾ റീസെൻ്റ്ലി അറിയുന്നുണ്ടായിരിക്കും. അതിൽ നമുക്ക് ഇങ്ങനെ ഒരു കൺവീനിയൻസ് ചാർജ് ഉണ്ട്. നമ്മളൊരു എമൗണ്ട് എത്ര ഉപയോഗിച്ചു അതിന് നമുക്ക് എക്സ്ട്രാ കൺവീനിയൻസ് ചാർജ് നമുക്ക് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പോൾ പേ ലേറ്റർക്കാർ നമുക്ക് തുടങ്ങിയത് 10 രൂപയായിട്ടും തുടങ്ങിയത് അവർ 1000-ൻ്റെ മുകളിലുള്ളതൊക്കെ. ഇപ്പോൾ നമുക്കത് കൂട്ടിയിട്ട് ഇപ്പോൾ 15 രൂപ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ചിലപ്പോൾ കൂടാനുള്ള സർവീസ് എന്താണെന്ന് വെച്ചാൽ പേ ലേറ്ററിൻ്റെ മറ്റേ കാർഡുകളെ കുറിച്ച് നമുക്ക് RBIയുടെ ഒരു ബാനും കാര്യങ്ങളൊക്കെ വന്നല്ലോ. അപ്പോൾ ഇനി ഒരു പേ ലേറ്റർ സർവീസ് അത്ര അധികം ഉപയോഗിക്കുന്നുണ്ട് ആൾക്കാർ ഇന്ത്യയിൽ തന്നെ. അപ്പോൾ കാർഡിൻ്റെ കാര്യം പറയാൻ തന്നെ ഇപ്പോൾ ഒരു 10 ലക്ഷത്തിന് 10 കോടിയുടെ മുകളിൽ ആൾക്കാർ ഉപയോഗിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേ ലേറ്ററിൻ്റെ ഒരു ചാർജും കാര്യങ്ങളൊക്കെ ഇനി എല്ലാ പേ ലേറ്റർ സംഭവത്തിനും കൂട്ടാനൊക്കെ സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ പേ ലേറ്റർ ഉപയോഗിക്കുന്നവർക്കുള്ള ഒരു ന്യൂസ് ആയിരുന്നു അത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിലേക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.